സബ്ജുഷണം നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം ചാനലിലെ 36-ാമതായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണിയെ നോയ്സ് റിമൂവ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയാണിത്. അപ്പോൾ ഗുരുവാണി കേൾക്കുക. സബ്ജുഷണം കളിക്കാൻ പോയത് നിങ്ങളോടൊപ്പം പിന്നെ വേറെ ഒന്നിനും അതെ അതിങ്ങനെ വന്നതിന് ശേഷം ഈ കാണാതായതിനു ശേഷം പിന്നെ പണി പണി കുറിച്ച് അത് ഈ 4-ാം കണക്കില് ഒരു മഹാനി എന്നുള്ള ഒരു അതുവരെ വേറൊന്നും 1000 മഹാനി 62 രാമനേറ്റ് ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നോട് എന്റെ അച്ഛൻ അവിടെ ചെന്നിട്ട് അവരപ്പോഴും സന്തോഷമായിട്ടൊക്കെ ഇതൊക്കെ വെളുപ്പം പോലെ അവിടെ നിൽക്കാനും അതുകൊണ്ട് പോരാണ് ഇങ്ങനത്തെ ആശാന്റെ അടുത്തോ ഒരു മാരപ്പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. ഞാൻ പഠിച്ചിരുന്നപ്പോഴും അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. രണ്ടുപേരുടെ അദ്ദേഹമൊന്നും ഞങ്ങളെയും ഇങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോടെയും എന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്ന് അല്പം വേറൊരു അവിടെ മാകം വായിക്കുന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു ഇത് സമയമാകുമ്പോ കുട്ടികളെ തിരിച്ചു കിട്ടുമോ ഇങ്ങനെ കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതിനെ എത്തി പഠിപ്പിക്കുന്ന ഒരു രംഗം എനിക്ക് അറിയില്ല. പിന്നെ ആകമാനന്റെ സ്കൂൾ സംഭവമായിരുന്നു. ഞാൻ പോയി അവിടെ പോയി അവിടെ അദ്ദേഹം പറഞ്ഞു വരണം ആദ്യമായതിന്റെ ആ റെയിൽവേ പാലത്തിന്റെ അവിടെ ഒരു കാടുണ്ട്. ആ കാടിന്റെ അവിടെ വന്നപ്പോൾ വിഷമിച്ചല്ലേ കാര്യം പോകും. പോകും. ഞാൻ ഇങ്ങനെ ആദ്യമായില്ലേ എഴുതിയറിയാനായിരുന്നു. അല്ല അല്ല അദ്ദേഹം ഏതോ ഒരു ഭക്തൻ എനിക്ക് അത് അറിഞ്ഞു. അങ്ങനെ നടന്ന് അന്ന് നമ്മള് ഈ അവിടെ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡില്ലല്ലോ, ഇങ്ങനെ വളഞ്ഞെന്ന് വന്ന നിൽക്കുന്ന ഇടമേ പോകും. ബസ് സ്റ്റാൻഡാണ് അതിന് മാത്രം. കൊട്ടാരത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചന്തയിൽ പോകുന്ന അവിടെ ഇങ്ങനെ ഒന്ന് വളഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അവിടെ ചെന്നപ്പോ രണ്ടുപേരിങ്ങനെ എണ്ണയും തേച്ചിട്ട് ആശ്രമക്കടവിൽ പോയി കുളിക്കാം പറയും. അങ്ങനെ അവർക്ക് പുറകില്ല ചോദിച്ച് ആരോടും ചോദിച്ച പറ്റിയല്ലേ. അങ്ങനെ ആശ്രമക്കടവിൽ പോയി വന്നപ്പോ ഇവരൊരു മതിച്ചത്തിനകത്ത് നീന്താണ്. അങ്ങനെ മതിച്ചത്തിനകത്ത് വന്നപ്പോ
അപ്പൊ നമ്മളെ കൊട്ടാരം കിടവിന്റെ നേരെ അപ്പുറത്താണല്ല അദ്വൈതാശ്രമം. നമ്മുടെ കൊട്ടാരം കിടവിന്റെ നേരെ അപ്പുറത്ത് അത് ഏറ്റവും വലുതായിട്ട് കെട്ടിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോ ഈ വലതുവശത്ത് കാണുന്ന ആശ്രമം ആണെന്ന് എനിക്ക് തനിയെ തോന്നി. കാരണം ഈ തെറ്റി കുടമല്ലയും അതെന്താ പറയുന്നത്, എന്താ ഈ തെറ്റി ഇങ്ങനെ കുടപോലെ എന്താ ഒരെണ്ണമുണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴേ ആശ്രമം വഴി അവിടെ കയറി അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു. എനിക്ക് സന്യാസിമാരെ പ്രധാനം അറിയില്ല. ഇങ്ങനെ വണങ്ങിയെന്ന് മാത്രമേ. അത് അദ്ദേഹം എവിടെ വരുന്നു വേറൊരു കർണാടിനെ വിളിച്ച രാവിലെ ഇദ്ദേഹം ഇങ്ങനത്തെ കുഴിക്കുമ്പോഴാണ് ഇന്നലെ അവനെ ആ ചെറുക്കൻ ഇവിടെ ഉണ്ടോ, അവനെ അയക്കാം, അവനെ ഇവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഇന്ന് പറഞ്ഞു കൊടുത്തോളൂ, അവനെ എന്താണ് മുന്നോട്ട് പറഞ്ഞു അങ്ങനെ രണ്ടും എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മ വരുന്നതിന് പകരമാണ് വന്നപ്പോ ആ വെള്ളം ഒഴിച്ചിരുന്നതിന് അത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടെത്തി അതാണ് അവസാനം. അപ്പൊ അവിടെ വന്നിട്ട് ഈ അനുഭവമുള്ള വ്യക്തികളെ അനുഭവമില്ലാതെ ഇവർ വിട്ടിട്ടുകയും ഒന്നും പഠിക്കുകയും ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലതായ ശബ്ദം നല്ലതായതുകൊണ്ട് ഇങ്ങനെ പലതുമൊക്കെ ചെയ്യിക്കാൻ തോന്നി. ഈ പഠിക്കാനോ അവിടെ ചെന്ന് ഇരിക്കുമ്പോ എന്തോ ഒരു ഓർമ്മ ചുമ്മാതിരിക്കുകയാണെങ്കിൽ ചുമ്മാ അത് ഒറ്റയ്ക്കിരുന്നേ പാടുള്ളൂ. മറ്റും അതൊരു പേശപ്പെട്ടു കുഞ്ഞായപ്പോഴത്തെ ജീവിതത്തിൽ ധാരണയായിട്ട് പിന്നെ ശ്രമിച്ചു പോകും. അവിടെ വൈദ്യം പഠിപ്പിക്കാം. വൈദ്യം പഠിക്കാമെന്ന് എനിക്ക് യാതൊരു വാക്കും പഠിക്കാം. ഇവിടെ ഒരു നാരായണ മേനോൻ മുഖവാക്യ അപാസായ ആൾക്കും നമുക്ക് ഈ രംഗത്ത് ഒന്ന് പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ആകമാനൊന്നും സ്വാമിക്ക് ബ്രഹ്മസൂത്രം പഠിപ്പിക്കാം നിരവധി കൂടെയാണ് അദ്ദേഹം ഇവിടെ സ്റ്റേജിൽ വന്നപ്പോഴേ ഞാൻ അടുത്ത മുറിയിലുണ്ട് അദ്ദേഹം ഇദ്ദേഹത്തോട് അപ്പൊ ഞാൻ പോയി മുകളിൽ ഞാനെന്തിനെ അദ്ദേഹം ഞാൻ ഇങ്ങനെ വന്നു പ്രയാസപ്പെടുന്നത് ഞാൻ പറയുന്നത് കുട്ടിക്കാലത്ത് അയൽക്കാർ പറയും നല്ലോണം ചെയ്യണം അടുത്ത പോയിട്ട് ഇതിന് അവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു മുൻകൊടുക്കാത്ത ഒരാളിങ്ങനെ കിടന്നേക്കുമായിട്ട്
ഒരുപാട് പേര്. അതിലെ ഒന്ന് ഊന്തറസ്വാമിയെന്നും ഒന്ന് കല്ലടി മത്താനെന്നും ഒന്ന് പട്ടാണി എന്നുമാണ്. പട്ടാണി ചെന്ന് തിരിച്ചെന്ന് പറയുകയാണ്. പട്ടാണി ചെന്ന് അത് അതെ അദ്ദേഹം ചെന്ന് ഈശ്വരൻ പറഞ്ഞ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ, എൻ്റെ ഒരു പരിചയക്കാരൻ ഒരു കാറിനകത്ത് കാപ്പി എന്താണ് ഒതുക്കിയിരിക്കുന്നത്. അദ്ദേഹം രാവിലെ ആയിരുന്നു. ആ ഭീമാവള്ളിയുടെ പടിഞ്ഞാറ് കടപ്പുറത്താണ്. അപ്പൊ അവിടെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഈ കുളിക്കുന്ന പതിവുള്ളതുകൊണ്ട് വേറെ വെള്ളമൊന്നും അവിടെ നല്ലയില്ല. അവിടെ ഇനി ആ ചാമ്പാങ്കര കോപ്പി ഇറങ്ങി കുളിച്ചുകൊണ്ട് വന്നപ്പോ ഇനി അത് കൈ പറഞ്ഞ ഭാഗത്തായിരുന്നു. അപ്പോഴൊരു കൈന് ഉണ്ടാവും പെട്ടെന്ന് വന്നു പെട്ടെന്ന് കയറി. ഞാൻ ഒരു വാച്ചിന് മറുപടി പറഞ്ഞു. ഇനി അവകാശിയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നിട്ടൊരു മന്ത്രം എഴുതി തന്നു. നീ ഇത് ചെയ്തിരിക്കണം, 3 മാസത്തിലുണ്ടപ്പോ ഒരു അടയാളം കാണും. അപ്പോൾ അടയാളം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഉണ്ട്. വളരെ താമസം ആണ്, എല്ലാം ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞ ഇത് തന്നെ ചെയ്തം ചെയ്യും. ഇന്നൊരു മന്ത്രം കൂടി എഴുതിക്കൊണ്ട് ചെയ്തം തീർന്നാണ് പലപ്പോഴൊക്കെ ഒന്ന് വന്നിട്ട് കൊണ്ടുപോകും പറഞ്ഞാൽ അനങ്ങാതി. അങ്ങനെ അങ്ങനെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവം കിട്ടുന്നതേ ഇല്ല. അത് വലിയ പ്രയാസമായിട്ട് ഒരു അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഇതുവരെ അനുഭവം വന്നില്ല. ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ഈ 30 വല വെക്കുന്ന അതങ്ങനെ കെട്ടഴിച്ചിട്ട് ഒന്ന് പരത്തി വെച്ചിട്ട് അത് മണ്ണിങ്ങനെ കൂട്ടിയിട്ട് അതിന്റെ പുറത്ത് വെച്ചായി അതിന്റെ അരിയുണ്ട്. പിന്നെ എന്തിയാണ് അവിടെ ഒരു രാത്രിയില് എവിടെ എത്തിപ്പോയി ഞാനും മാത്രവും ഒരു വിഷന്നങ്ങ് വല്ലാതെയാണ്. ആരോഗ്യം കൊടുത്ത് അറിയിച്ചു. അങ്ങനെ 1 മണിയായപ്പോ ഒരു ഉമ്മ എന്തോ വാരി അവൻ അവിടെ പട്ടിണി എടുത്തു എന്ന് പറഞ്ഞ് പറയുന്ന പോലെ പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് വെക്കുകയാണ്. ഇത് ഒരു മാറാഞ്ചെന്നില്ലേ ഈ ഇലയിൽ ഇതെല്ലാം ഞാൻ അവരെ വിളിച്ചെണീപ്പിക്കുവാണ്. എന്നിട്ട് നേരെ ആ ഉമ്മണിയത്തെ എന്റെ അടുത്ത് നോക്കിയിട്ട് മോനെ ഞാൻ വസ്താവെന്നല്ലേ കരുതിയത് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ വസ്താവെന്ന് പറയുന്നത് മറ്റേതാണ് പട്ടാങ്ങിയാണ്. അതുകൊണ്ട് നീ അവരുടെ ഭാഷയിൽ പറഞ്ഞു അത് നിസ്സാരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതായത് അവരുടെ കർമ്മപ്രായം എന്ന് പറഞ്ഞിട്ട് അവരെ വന്ന് സ്വാമി പറഞ്ഞു എനിക്ക് അനുഭവം കിട്ടില്ല, അനുഭവം കിട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരെ തക്കല പോയി അവിടെ ആ പകലുള്ള സമയത്ത് നമ്മുടെ അവിടെ എല്ലാ ആ ക്ഷേത്രങ്ങളിലും ഇവിടെ പള്ളി തക്കല ഒരു പള്ളിയുണ്ട്. അത് അധികമുണ്ടോ ആൾക്കാരിക്കുമുണ്ടോ അല്ല, തക്കല നമ്മള് ഈ ആ ശിവക്ഷേത്രത്തിലോട്ട് പോകാൻ ഒരു വഴി ഇങ്ങനത്തെ കിഴക്കോട്ട് ഇരിക്കുന്ന സാഹിബിന്റെ സമാധി, ആ സമാധി പോയി. അപ്പൊ അതിനകത്തേക്ക് കാലിച്ച് വെച്ചപ്പോ
പുളിക്ക് പിടിക്കുന്ന പോലെങ്കിലും ഞാൻ വിചാരിക്കുന്നുണ്ടോ വിഷം വരെ അപ്പൊ പെരുത്തിന് കയറിയാണ് ശരീരം മൊത്തം. ഞാൻ അപ്പോഴും മുതലേ ഈ എന്തിനെ നോക്കിയാലും ഈ ഈശ്വര രൂപം എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ദേവന്മാരുടെ ഇത് ഓരോന്നും ഇങ്ങനെ മാറുന്നു. ഇതിങ്ങനെ മാറി എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെ എല്ലാം ചെന്നാൽ ഇത് തന്നെ ഒരു 300 കണക്കിന് 1000 ഇങ്ങനെ മാറിയെന്ന്. ഇതെന്താണ് അത് പറഞ്ഞു. അപ്പൊ പരമേശ്വരൻ പിള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ട്, ഇവനിത് ലക്ഷണമില്ല പഠിക്കുന്നത്, അതുകൊണ്ട് നീ എടുക്കണം, ലീവെടുക്കണം. ലീവെടുത്തിട്ട് നീ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു കട്ട് എന്നെ ഈ കൈ തിരിച്ച് കട്ടിട്ടിരിക്കുന്നു. എനിക്ക് എത്തില്ല. വണ്ടി വരുന്നതൊക്കെ അറിയ മാറാനാണ്. അങ്ങനെ ഉണ്ടെന്ന് ഒരു 1.5 മാസം കൊണ്ട് അവിടെ എല്ലാം നടത്തി. പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയാണ് നടന്ന് നമ്മുടെ പട്ടാമ്പി കൊട്ടാരത്തിന്റെ പേര് ഇടുന്ന ഒരു എത്തിക എന്നുള്ള ഒരു സ്ഥലമുണ്ട്, മേലാൻകുട. ആ സ്ഥലത്ത് എന്ന് അവിടെ ഈ പുല്ലുത്തി ഇങ്ങനെ അരക്കത്തിറക്കയല്ലോ, ഈ പുല്ലിന്റെ പുറത്തങ്ങ് നിരത്തിക്കിട എങ്ങനെ കൈ എത്തിയാൽ അടിക്കത്തക്ക ഒരു അങ്ങനെ അവിടെ വെച്ച് മറ്റവർക്ക് എല്ലാം വെക്കുന്നത് എന്തുകൊണ്ട് ഇതെന്താണ് പരമേശ്വരൻ പിള്ള പറഞ്ഞ അവർ വന്ന പോയിട്ടല്ല ഇത് എനിക്കറിയാം. അത് കഴിഞ്ഞ് അവർ എനിക്ക് എന്നോട് ചോദിച്ചു എന്ത് കാര്യം. മറ്റവർക്ക് എല്ലാവർക്കും ഓരോന്ന് കിട്ടിയതായിട്ട് മീൻസ് പറഞ്ഞിട്ട് പിന്നെ ഒരു ക്ഷേത്രം വാർഷിച്ച ഒരു 4 ദിവസം മഴയൊക്കെ ഒരു ക്ഷേത്രത്തിൽ അവിടെ ചെന്ന വൈൻ ചെയ്യുന്ന കയറിയിട്ട് അവിടെ എന്നെ കൊണ്ടൊരു പ്രവർത്തിച്ചു. അത് പറയാൻ കൊള്ളില്ല, അത് നമ്മുടെ ഹിന്ദുക്കളുടെ ന്യായത്തിന് പാടില്ലാത്തതാണ്. ചില കാര്യങ്ങൾ ബുദ്ധിമായിട്ട് ഇരിക്കാൻ പാടും. അതെ, അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യം പറയണമെങ്കിൽ നമ്മള് ഒരു ഈ തൃപ്തിയാമക്ക് കിട്ടിയില്ലെങ്കിലും ദേവയാമെങ്കിലും നടത്തും. അതാണ് ഞാൻ അവിടെ അല്ലാതെ ഈ പറയുന്നതിനുള്ള കാര്യം അത് പറഞ്ഞ എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും പ്രജയുടെ സ്ഥാനത്ത് ജയിച്ചോ. അപ്പൊ ആ കുടുംബത്തിന് ഒരു രാജസ്ഥാനം കിട്ടിയത് എങ്ങനെയെന്നൊക്കെ
എനിക്ക് അവിടെ വെച്ച് മനസ്സിലാക്കണം. അതിലാണ് പറയാൻ വഴിയത്. അത് ഇപ്പൊ പറയില്ല. സ്വന്തം ദിവസവും ഞാൻ എന്നെ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം വന്ന എന്നെ ഈ മുണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതെന്നെ കുഞ്ഞുമായിട്ട് ഇത് ഇത്ര മുണ്ട് എടുത്ത് തന്നിട്ട് അതിങ്ങനെ തിരിയും, അതിനായിട്ട് തിരിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പൊ എനിക്ക് ഇത് പേര് ഇത് തന്നിട്ട് ഒരു അടിയും തന്നു ഓടാൻ വീട്ടിൽ വലിയ മുമ്പിന് അടിച്ചു. ഞാനങ്ങ് ഇതിന് പുറത്തൊക്കെ വീട്ടിലാണ് ഓടി പോയി. എവിടെ പോയാലാണ് എനിക്കൊന്നും അറിയില്ലല്ലോ. അവിടെ നിന്ന് നടന്നു ഈ നാട് പോയി പോകുന്ന വഴിയിലെ ഒരു സ്ഥലത്ത് ആ മാഞ്ചനാട് ഭാഗത്ത് ചെന്നിട്ട് ഇവിടെ ഒരു ദൂരെ ഒരു ഓടിട്ട വീടുണ്ട്. അവിടെ ചെന്ന് അപ്പൊ ഈ അമ്മയുടെ പ്രായം വരും ഒരു കുട്ടി അവിടെ. അപ്പൊ ആ കുട്ടിയെ കണ്ട വൈകിട്ട് ഏതാവ് സമ്മതിച്ചു. കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് ഒരു വർഗം ലേഖനായതുകൊണ്ട് കുട്ടി എന്നാണ് കുട്ടി വലിയ 2 മണിക്കൂറാണ്. അപ്പൊ ആ കണ്ണീരൊക്കെ വന്നത് ചെന്നിട്ട് അപ്പൊ ഇനി വയലിൽ നിന്ന് വെള്ളം കോരി കുടിച്ചാലോ എന്നുള്ള തോന്നലായി. അതിന് നടന്ന അക്കരയ്ക്ക് ആ വയലിന്റെ അവിടെ ചെന്നപ്പോ ഒരു താടിക്കാരൻ അവിടെ അക്കരെ അവിടെ ഇരിക്കുന്നത് കൈ കാണിച്ചു പോയി. ഞാൻ വീട് വെക്കുകയാണ് അവിടെ ഇത് ചാപ്പാടും കഴിഞ്ഞ് വന്നപ്പോ 6 അണി എടുത്ത് വന്നിട്ട് ഇയാൾ പിന്നെ ഇരുന്നല്ലേ കയറി. അയാള് ഇച്ചിരി ഏതോ ഒന്നും അറിയാവുന്ന അങ്ങനെ ഇതിൻ്റെ പോയി. ഇതിൻ്റെ ചെന്ന് അവിടെ രാത്രി 12 മണിയുടെ പൂജയായിരുന്നു. ഇതൊക്കെ ചെയ്യാനിട്ടായിരുന്നു. ഇത് ഒരു ശല്യം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം മുറിയിൽ കഴിഞ്ഞോളൂ എന്തോ ആവശ്യം വെളിയിലെടുപ്പോയ എനിക്ക് മുറിയൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. അദ്ദേഹം 12 പറഞ്ഞാൽ താക്കോല് വാങ്ങിച്ചിട്ട് പോലീസുകാരൻ ഈ പോലീസുകാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വരുമ്പോ പറയും ഇത് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നപ്പോ എനിക്കൊരു വിയർപ്പുണ്ടായി. എനിക്കത് കിടന്നപ്പോ ഇങ്ങനെ വീണ്ടും അവിടെയുള്ള ചരിത്രങ്ങളില്ല. അപ്പൊ അതെന്താണെന്ന് എനിക്ക് തീർച്ചറിയാനും വേണം. ഇങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞ അവിടെ 4 മണിയായപ്പോ ഈ ആളുകൾ കൊട്ടിക്കുടി പോകാൻ തുടങ്ങി. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു നീ ഇതിൽ പോയാൽ മതി. കന്യാകുമാരി പോയി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഈ ജയിലിൽ ഇതെല്ലാം കാണുന്നു. അപ്പൊ അന്ന് ഈ നടന്നു വന്ന വഴി മൂഴി മണൽ വിവേകാനന്ദ ഇത് കാണുക. എനിക്കെന്താണ് ഇപ്പൊ ഈ വഴി മൂഴി മണലാണല്ലോ. ഇങ്ങനെ ബിസിനസ് രാവിലെ ഇതൊക്കെ നോക്കിയിട്ട് ശരി വന്നു. പിന്നീട് ഒരിക്കൽ പോയപ്പോ ഇത് ചെയ്തു. അത് ഞാൻ കന്യാകുമാരി ചെന്നിരുന്ന താമസാളായിട്ട് അതിന് പിന്നെയും വന്ന് 4 കൊല്ലം ഇരുന്ന് ഒരു ഇതൊക്കെ കാണാനായി കണ്ട് എന്താണെന്നൊക്കെ മനസ്സിലായി. അപ്പൊ ത്രിമൂർത്തി സമ്പ്രദായം വരെയുള്ള സകല രൂപത്തിനെയും കണ്ടിട്ട് ആ രൂപത്തിന്റെ നാമത്തിൽ എന്താണ് വിളങ്ങുന്നത് വരെ നോക്കാം. ആ നാമം ജപിക്കുമ്പോൾ ഈ ആളിന്റെ രൂപം ആ വേദന
അന്ന് മിക്കം കഴിഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ കുട്ടിയെ അന്ന് ഇവിടെ ഒരു തെരുവ് കെട്ടിയിരുന്നു പക്ഷെ ഈ കുട്ടിയെ വരുന്നത് കുട്ടിക്കരുത് അതിന് ആദ്യം കിട്ടിയത് അറിയാൻ അവളുടെ അമ്മയ്ക്ക് ചെയ്യേണ്ടതാണ് ഇത് സംഭവം അങ്ങനെ അത് അമ്മ വർത്തകയാണ് വർത്തക ഒരു പൊതുവിലേക്ക് 12 അവിടെ വെച്ചാണ് തുടങ്ങി പിന്നെ വർത്തക ചുമക്കി വെച്ചാണ് ഈ തുടർച്ചയായിട്ടുള്ള ഇത് വർത്തക 93 വാട്ട് വീതം പിന്നെ ആ പിന്നെ വലിയ തന്നെയാണ് അവിടെ അവിടെ പറഞ്ഞനുസരിച്ച് തെറ്റുപോയി തിരിച്ചു പറയാൻ അവിടെ നിങ്ങൾ പോകുന്നു. അപ്പോഴാണ് ഈ മായിയമ്മ അവിടെ വന്ന കാലം ഇവര് എന്നോടിങ്ങനെ കയ്യിൽ എനിക്ക് ഒന്നും കൊടുക്കാനൊന്നോ ഞാൻ വിഷമിച്ചു. അപ്പൊ ഇങ്ങനെ 10 പൈസ 10 പൈസ അല്ല അന്നത്തെ ഒരണയാണ് ഇങ്ങനെ വട്ടി ചെറിയ വട്ടിയായിട്ട് അതിന് ശേഷം പിന്നെ ഈ അമ്മ പട്ടിയും ആളുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു തുടങ്ങി. അന്ന് മുൻകൊടുക്കുമായിരുന്നു. പിന്നെ മുൻകൊന്നും കാര്യമായിട്ട് കിട്ടാതെ കണ്ടപ്പോ ഒന്നിച്ചു തിരിച്ചിട്ട് ഇങ്ങനെ കഴിയുന്നു. ഇങ്ങനെ വന്നു കുട്ടിയുടെ വേണ്ടി പോയി അവർക്ക് ദർശനം വരുന്നതുകൊണ്ട് ഇവളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. വേറൊരുത്തനുണ്ട്, അവൻ പറയുന്നത് എല്ലാം അല്പം കൂട്ടി അവന് കാണുന്ന ചെറുക്കണത്തിലല്പം നമ്മള് അവനോട് ചോദിക്കാവും പഠിക്കുന്ന നേരെ ആവും. അതിന് ഒന്നും വേണ്ടില്ല, അതിവിടെ കഴിയുന്നു ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ഈ നിശ്ചയത്വമുള്ള ഒരാള് കൂടെ ഇരിക്കണം എന്നൊരു വിധിയോ അത് മനസ്സിലായി. തനിയെ പോയിപ്പെടാം. അതായത് ആദ്യം തനിയെ പോയി, പിന്നെ ഈ ആൾ കൂട്ടിയാണ് 4 പേരും കിട്ടില്ല. ഇവര് ശിഷ്യന്മാരായിട്ട് ഉപദേശമന്ത്രമൊക്കെ വാങ്ങിയാണ് അതിലേക്ക് പോയി. ഇതിന് അന്ന് 9 വയസ്സ്. ഇതിനെ അവിടെ വിളിപ്പിച്ചു. ഇത് കന്യാവുമായി വർക്കലയെന്ന് തൊപ്പി പറഞ്ഞു. വർക്കലയല്ലേ എന്തെണ്ണം അവിടെ വിളിപ്പിച്ചു. ഇങ്ങനെ ഇത് കാണാൻ പറ്റും. കണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു തന്നെ ഇപ്പോഴും കാണില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല 8 മണി രാത്രിക്കാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ നടന്നു വരുന്നു. ഒരു ഓട് പോലെയുണ്ട്. അത് മണ്ണായി ചെങ്കല്ലും മണലും കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലമാണ്. വിവേകാനന്ദൻ വന്ന ആ കാലം പറയുകയാണ്. ആ കാലം വെക്കെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു ചങ്ങല വെച്ച് കുട്ടികളെ പറയാം കടപ്പുറത്ത് അവിടെ ഇറങ്ങി നിൽക്കുന്നു. അവിടെ ഇവിടെ എങ്ങോട്ട് പോകണം നോക്കാം. അവിടെ ഞങ്ങൾ ആ ക്ഷേത്രത്തിന്റെ പിൻഭാഗം വന്നിരുന്നത്. മുൻഭാഗത്തോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ ഇതിൽ വെളിച്ചമായതിനു ശേഷം അദ്ദേഹം നേരെ ചെല്ലാതെ ഒരു ഭാഗത്ത് മാറി വിളിച്ച് ഇങ്ങനെ വിളിഞ്ഞു നോക്കിച്ചു പോകും. ഇതെന്താണെന്നാണ് ദർശനം ദേവന്റെ സ്ഥാനത്തൊക്കെ ഒരു യജ്ഞോ അല്ലെങ്കിൽ ഒരു കന്യാസ്യോ ഭക്തനോ ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എന്നാൽ അത് ഇങ്ങനെ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ശിവന്റെ വന്നിട്ട്
ഈ കുട്ടിയെ തന്നെ പറഞ്ഞു വീട്ടിൽ ഞാൻ ചെന്ന ഞാൻ ചെല്ലാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ചെന്നു. ഈ കുട്ടി കരഞ്ഞണ്ട് പിടിച്ചു തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിക്കുന്നു അത് മുന്നിൽ താല്പില്ല ബോബി പറഞ്ഞു ആ കന്യാകുമാരി ജയിൽ പറഞ്ഞിരുന്നു ഗുരുവെ തൊട്ട് വെറുതെ ഇരിക്കാവൂ അല്ലെങ്കിൽ ഇത് പൊഴുതില്ല കൊണ്ട് വയസ്സല്ല അത് അതിനോട് അറിയില്ല. അങ്ങനെ ഇത് പിന്നെ പോയിരുന്ന് ചുറ്റി തലക്കല്ലിൽ അങ്ങനെ അങ്ങനെ മത്സ്യാർ കൊടുക്കണേ എല്ലാം എന്താണെന്ന് അവിടെ ചെല്ലുന്നതിന്. പിന്നെ നമ്മുടെ പട്ടാളസ്വാമി ക്ഷേത്രത്തിന്റെ ആ ആകൃതി നമ്മുടെ അത് ബസ്സിലിരുന്ന് കാണുക. ഇന്ന പോലെ ഇന്ന പോലെ ഒന്ന് ഓരോന്നേ പറയാൻ മതി. അങ്ങനെ ഓരോന്ന് പറഞ്ഞു ഈ പാമ്പ് ഉളഞ്ഞ് അതിന്റെ പുറത്ത് കിടക്കുന്നത് കാണുന്നു. അപ്പൊ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ അത് പ്ലാനാണ്. അത് കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ട് ഇടം കൂടുതൽ എടുത്ത് അവരത് ചെയ്യും. നമുക്കിവിടെ 3 വളപ്പ് വന്നപ്പോ നിന്ന് ക്ഷേത്രത്തിന്റെ പിന്നെ നമ്മുടെ പിന്നെ ഗണപതി തിരിഞ്ഞു വന്ന് പിന്നെ ചാലയും കൂടി തിരിഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് ഇടമില്ല. പക്ഷെ അതല്ല, അവർക്ക് 7 വളപ്പുണ്ട്. അത് ഈ സ്ഥലത്ത് പോയി അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ചെന്നപ്പോ ഈ കുട്ടി ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു പറയാൻ പറഞ്ഞു. അപ്പൊ ആ തിരുവനന്തപുരത്ത് ഞാൻ അതിന് പോയിട്ട് അവിടെ ചെന്നപ്പോ ഇദ്ദേഹം അതന്നെ പോയിരുന്നിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞ് അങ്ങ് ഇപ്പൊ കേറുന്നു എന്താണ് അത് ഇത് പറഞ്ഞാവുണ്ട്. എനിക്ക് മാംസം തന്നുകൊണ്ടൊന്നിട്ട ഞാനെ തന്നുകൊണ്ട് കണ്ടാൽ തുടരില്ല. അപ്പൊ പറഞ്ഞു കണ്ടോളൂ, അപ്പൊ പൂജ നടക്കുകയാണ്. പൂജയുടെ സമയം കഴിഞ്ഞിട്ട് അന്ന് വന്നിട്ട് പിന്നെ ക്ഷേത്രം ഇവിടെ ഇന്നും നല്ല രസമുണ്ട് ഉണ്ടാക്കി കണ്ടുപോകുന്നത്. ശരിയാണ്. അപ്പോഴാണ് ഈ വാർത്ത നമ്മുടെ ഈ നാല് കൊല്ലം ഇത് ഓരോന്നും അത് ഞാൻ കണ്ട പോലെ അത് ഞാൻ കണ്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് പറയാം. വിശ്വാസമുള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞ് ഇത് ഈ ജനങ്ങളെ അതിന് വേറെ ഒരാള് പറഞ്ഞല്ലേ ഉണ്ട്. എന്നിട്ട് ഈ കുട്ടി പോയിരിക്കും, വേറൊരു ചെറുക്കനുണ്ട്, അവരും പോയിരിക്കും. അവര് പറയുമ്പോഴേ ഇവിടെ കുറെ വിചാരിച്ചതും അതെല്ലാം കൊണ്ട് വന്നത് ഈ പ്രാർത്ഥന സമയത്ത് 7 പാമ്പ് ഇങ്ങനെ വന്നത്. പ്രാർത്ഥന കഥകിന് പകരം കഥയിടാൻ പശയിലല്ലോ. അന്നേരം മഴ നനഞ്ഞു അതിനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഈ മുട്ടാൻകുരയുടെ വാദത്തിലിരിക്കുന്ന തട്ട് പോലെ പോയി. ഇതിന് ഈ പാമ്പ് 7 വന്നിട്ട് ഇത് ഒരു പെണ്ണിന്റെ മടി വന്നത് ഈ ഇത് ഇരിക്കാനും തോന്നിട്ടില്ലാന്ന് ചോദിച്ചിട്ട് പിന്നെടുത്ത് അതിനപ്പുറമാണ് ഇത് വല്ലാത്ത ഒരു അയച്ച ആളുകൾ കുറെ ഇങ്ങനെ 4 പിന്നെ ഇത് എന്തെങ്കിലും ചെയ്യാൻ
പിന്നെ അനുവാദമുണ്ട്. അപ്പൊ അതുവരെ ഈ പെരുമൂലവന്മാരുടെ പദവി, ദേവേന്ദ്ര പദവി നമ്മളൊരു ചെന്ന് കേൾക്കുന്നുണ്ടല്ലോ. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോ അതെ. അപ്പൊ ഈ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയും. ഈ എന്താണ് ഈ ശിവനെ കാണാമെന്ന് പറഞ്ഞത്? കാണാറായി എന്ന് കണ്ടു എന്നല്ല പറഞ്ഞത്, ഇവനെ കാണാറായി വരുന്നത്. അപ്പൊ ഈ ഇതുപോലെ അപ്പൊ ഈ ഇതെന്താണെന്ന് നോക്കിയപ്പോഴും ഈ ആറാമത്തെ പടി വരെ ദേവേന്ദ്ര പദവി വരെ, അല്ലെങ്കിൽ പരാശക്തി പദവി വരെ, അല്ലെങ്കിൽ വൈഷ്ണവ പദവി, ഇത് ഈ പറഞ്ഞ 6 പടി പൂർത്തിയാകാൻ പറ്റില്ല. അപ്പൊ ഒരു പടിക്ക് 7444 അങ്ങനെ 7 പടി കടന്നു വന്നതിന് ഈ ബ്രഹ്മസന്നിധാനം കാണാൻ. ഇതെല്ലാം കണ്ടതിന് കേൾക്കണം. അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചത് പറഞ്ഞു വൃത്തിയെന്ന് പറഞ്ഞു വളരെ ബുദ്ധിമുട്ടുമായ വിഷമമുണ്ട്. വേഗത്തിനാണ് അത്. എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഇയാള് അങ്ങനെ വന്നത്? അയാളെ ഞാൻ പറഞ്ഞ സ്വാമി ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, പകര വെറുപ്പം. ഞാൻ കന്യാസ്റ്റി ചെന്നിട്ട് 10-20 വയസ്സിലൂടെ അടുത്ത് എന്നോട് വന്ന് പറഞ്ഞു, പ്രതീക്ഷിച്ചിട്ടാണ് ഒരു സ്വാമിയായിട്ട് പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മണ്ടായിരുന്നു ഏതോ ഒരു സ്വാമി പറഞ്ഞാലും പറഞ്ഞു, എങ്ങാനും ഈ തിരുവനന്തപുരത്താഴ്ച മനസ്സും നേരിട്ട് കാണുകയും ഇത് നീ ഇതിന് ഇതെത്തപ്പോ ഇയാൾ വരെയറിയാമോ? ഈ 3ാമത്തെ കൊല്ലത്തിൽ വാട്സാപ്പ് ഇതുപോലെ പഴയ ആളുകളും. അതുകൊണ്ട് ഞാൻ ഈ ആളുകളോട് പറയും, നിങ്ങൾ അനുഭവം ഉണ്ടാകണമെന്ന് നല്ലതാണ്. ഇവിടെ തന്നെ ഈ കുട്ടി അല്ലാതെ ചെലവമ്പിള്ളയുടെ മകള അന്ന് അവർക്ക് 9 വയസ്സ്. അന്ന് ഇവര് പിന്നെ സുബ്രഹ്മണ്യ ക്ലാസ്. അപ്പൊ ചിലതൊക്കെ കുറിച്ച് കാണുകയില്ല. വേറെ സ്വാമിയാരെയൊക്കെ വിളിച്ചപ്പോഴേക്കും അവിടെ ചെന്നതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ഇന്ന പോലെ ചെയ്തത് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി. അങ്ങനെ ഈ കുട്ടിക്ക് അനുഭവം ഉണ്ടായി, തള്ളയ്ക്കുണ്ടായി. എനിക്ക് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നാക്കി. പിന്നെ കോളേജിനൊക്കെ പോയതും ഇവിടെ ഹൈസ്കൂൾ വരെ പഠിച്ചതും കോളേജിൽ പോയതും ഒക്കെ ഇതാണ്. ഇങ്ങനെയാണ്. അതുപോലെ ഇവര് സൂക്ഷിച്ചില്ല, അത് കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും. ഇത് ഇയാള് വന്നപ്പോ വട്ടായിട്ടാണ്. അന്ന് ഇവിടെ ഒരു വലിയ ബഹളം നടക്കുന്നത്. ഒരു പെണ്ണ് കയറി ഇവിടുത്തെ ആളുകൾ എല്ലാരും കൂടി ഈ പെണ്ണിന് എന്തോ സ്വർണ്ണമൊക്കെ ഉണ്ടായത് എനിക്കൊന്ന് കഴിക്കും ആളുകൾ ആദ്യം പോലീസിനെ പുറത്ത് പിന്നെ പരിമാണ്ടിരുന്നു. ഇങ്ങനെ ഇതിനും കൂടെ വന്നിട്ടുണ്ട്. കുറെ നീണ്ടുണ്ട്. അതിന് പാത്രമുണ്ട്,
വട്ടി ഇങ്ങനെ ആ വട്ടിയിലകത്ത് അരിക്കും അങ്ങനെ ഒരു 3-4 വട്ടി അരിക്കും. അപ്പൊ ഈ ഗോപകുമാറാണ് സ്ഥലത്ത്. ഗോപകുമാർ ചോദിച്ചു എനിക്കിങ്ങനെ. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ഏതോ ഒരു സംഭവം അത്രയും കഴിച്ചു. അപ്പൊ നിങ്ങൾ ആദ്യം ചായര് തുടങ്ങിയ ആളുകൾ പിന്നീട് എഴുതുന്നത് വലിയ സ്തുതിയോടുകൂടി. അപ്പൊ 4 കൊല്ലം കഴിഞ്ഞ എത്താണ് സ്തുതിയോടോ. അപ്പൊ ഇത് ഇവരെടുത്ത് 4 പോലെ വലിയ എനിക്ക് ഇതാ നിങ്ങളത്തി ചോദിച്ചു ഇതെടുത്താൽ 3 ദിവസമായിട്ട് കാര്യം മനസ്സിലായി. 5-2 കൊല്ലം മിണ്ടാതിരുന്നതിന് പേര്. അപ്പൊ നമുക്കിത് മറ്റു കാര്യം ഞാൻ പറയാം. നമുക്കൊരു വേറെയാണോ ഇഷ്ടം നമ്മൾ പറഞ്ഞാൽ അങ്ങനെ വളർത്തി വെച്ച് നമ്മുടെ പരമ്പരയാണ്. ഈ പരമ്പരയ്ക്ക് സന്താന പരമ്പരയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ പിതൃത്വം വേറൊരുത്തം ഉണ്ടെന്ന് ഒന്നിയും കുട്ടിയിൽ കൂടി വളർന്ന് നമ്മുടെ കുട്ടി ഇനി വരാൻ പോകുന്ന 3ാമത്തെ തലമുറയെങ്കിലും ഇത് വഹിക്കാനുള്ള സമയമാണ്. പറയാനാണ് ഒന്ന് പറയാനുള്ള കാര്യം. വേറൊന്നും പറയാനുള്ള കഴിയില്ല. എന്റെ അനുഭവം 100 വരെയുള്ള അനുഭവം കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് ഉണ്ടാകുന്നത് ഈ പ്രകാശ വലയമാണ്. അത് നമ്മുടെ ഈ പറഞ്ഞ ഈ സബരിയുഗത്തിന് ശേഷം എത്രയോ സബരിയുഗം ഇങ്ങനെ നിന്നാണ് ഇതിന് താങ്ങി. ഇത് നമുക്ക് നമ്മുടെ മമതം ചോദിച്ചോ പ്രവർത്തിച്ചു ഇങ്ങനെ ഇങ്ങനെ അതുപോലെ മാറ്റിയെടുത്തത് വന്നത് സായിട്ടാണ്. പറഞ്ഞു ഒരു പശുവിനെ പഠിക്കാൻ ഇതിനെ പറ്റി ബന്ധപ്പോ സൂചിപ്പിച്ചത് ഇതുപോലെ ഒന്ന് പറയുന്നു. അത് ഞാൻ അറിഞ്ഞുണ്ടാകുന്നതാണ്. അത് വിചാരിക്കും പിന്നെ ഇങ്ങനെ ആരുടെയെങ്കിലും ഒരു ഓർമ്മ വരും. അപ്പൊ അവർക്കത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞുണ്ടാകും. അതൊക്കെ ഒരു ഓർമ്മ ഇങ്ങനെ നമ്മുടെ ഇടയിൽ
കുടുംബങ്ങളായിട്ട് തന്നെ അനുഭവം അവരൊക്കെ ബ്രഹ്മയാജ്ഞമൊന്നും അല്ല, ബ്രഹ്മമല്ലാത്ത ഒരു കൂട്ടം ജനങ്ങളാണ്. അവർ വേറെ എന്നും ആയിരുന്നു. ഇങ്ങനെ ഇവിടെ വരാനായിട്ട് പുള്ളികൾ വന്നപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞു ആവേശാണ് കാര്യം. അപ്പോൾ എനിക്ക് മരുന്നുകളുടെ അതൊക്കെ ദൈവത്തിനുള്ള അപ്പോ ഞാൻ ഇദ്ദേഹമാണ് ഈ ചില മരുന്നൊക്കെ ഹിന്ദി ദീപം ഇവരെല്ലാവരും തീരുമാനിക്കുകയാണ്. ആയുർവേദത്തിന് വേദം ചേർക്കാൻ ആയുർവേദം ഒക്കെ രണ്ടും വേണം. ഗവേഷണം ചെയ്തില്ലെങ്കിൽ എല്ലാം കൊണ്ടുപോകും. പക്ഷെ ഉള്ളവരെല്ലാം കളയാൻ പാടില്ല. അതിന് പല കാര്യങ്ങളും ഉണ്ടാകും. അതിനെ നമ്മൾ കൂട്ടി എടുക്കണം എന്നേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഇടയിൽ വൃത്തിമാരി മരുന്ന് ഉപയോഗിക്കും. നമ്മുടെ ഓരോ സാധനങ്ങൾ നട്ടുണ്ടാക്കുന്നത് അതിന്റെ കൂടെ അല്പം വെട്ടി ചേർത്ത് അങ്ങനെ ചേർത്ത് ഇപ്പൊ മക്കളെല്ലാവരും പറഞ്ഞ ഇങ്ങനെ ഉള്ളവര് വിഷം ചേർത്ത് ഇവര് വളഞ്ഞു. അപ്പൊ ഇതിനടുത്ത് 2 കുളന്ന് രസം വെക്കുന്നു. അപ്പൊ അവിടെ അങ്ങ്